ബാബ തിരുമേനിയെക്കുറിച്ചുള്ള രണ്ട് പ്രതികരണങ്ങൾ ഞാനൊന്ന് പറയുകയാണ്. ഒരിക്കലും എൻ്റെ അടുത്ത് സന്ദർശന ദിവസം വന്ന എഡ്യൂക്കേറ്റഡായിട്ടുള്ള ഒരമ്മച്ചി പിള്ളേരുമൊക്കെ ഉണ്ട്. എന്നോട് പറഞ്ഞു, എനിക്ക് ക്ലീമീസ് പിതാവിൻ്റെ കുർബാനയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കുർബാനയെന്ന്. അത് വലിയൊരു റിമാർക്കാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്താണ് അതിന് ഇത്ര പ്രത്യേകമായിട്ടുള്ള? അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു, പിതാവിൻ്റെ കുർബാനയ്ക്ക് കൂടുമ്പോഴും അല്ലെങ്കിൽ ചാനലിൽ കാണുമ്പോഴും പാപങ്ങൾ മോചിക്കപ്പെടുന്ന പോലെയും പിശാചുക്കൾ ബഹിഷ്കരിക്കപ്പെടുന്നത് പോലെയും എനിക്ക് അനുഭവപ്പെടുകയാണെന്ന്. കുർബാനയെക്കുറിച്ച് ഇതിനേക്കാൾ നല്ലൊരു ഇൻ്റർപ്രിട്ടേഷൻ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതാണ് ഒരു പ്രതികരണം ഞാൻ പറയുകയായിരുന്നു. പിന്നീട് പാലായിൽ വന്നൊരു വലിയ മീറ്റിങ്ങിൽ പ്രസംഗിച്ചിട്ട് പോയപ്പോൾ ഒരു യുവാവ് എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ക്ലീമീസ് പിതാവിനെ കാണുന്നത് ആനയെ കാണുന്നത് പോലെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്താ മോനെ അങ്ങനെ? നമ്മൾ ആനയെ കണ്ടാൽ ഒരിക്കലും മടുക്കുകയില്ല. എവിടെ വെച്ച് കണ്ടാലും അത് വലിയൊരു ഉണർവ് നൽകുകയാണ്. പിതാവിനെ കാണുന്നതും കേൾക്കുന്നതും സംസാരിക്കുന്നതുമൊക്കെ ഞങ്ങൾക്ക് യൂത്തിനെല്ലാം വീണ്ടും പിതാവിനെ കാണണം എന്നുള്ള ഒരു ചിന്തയാണ്. ഇത് രണ്ട് സെക്ടറിൽപ്പെട്ട രണ്ട് വ്യക്തികളുടെ ഈ പ്രതികരണത്തിൽ നിന്ന് തന്നെ പിതാവ് ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ബഹുമാന്യനായ ശശി തരൂർ സാറ് എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ ഒരു ഒഴുക്കാണ്. ഇന്ന് ഈ അനന്തപുരിയിലേക്ക് ഇന്ത്യ മുഴുവനും ഒഴുകിയെത്തിയിരിക്കുകയാണ്. എന്തൊരു അത്ഭുതകരമായ സദസ്സാണ്, അത്ഭുതകരമായ സമ്മേളനമാണ്. ഇന്ത്യ മുഴുവനും ലെബനോണിൽ നിന്ന് പോലും ഒഴുകിയല്ലോ. അത്ര വലിയ ഒരു ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള ഒരു നേതാവിൻ്റെ പക്കലാണ് നമ്മളിന്ന് പരിശുദ്ധ കുർബാനയിൽ ആയിരുന്നത്. മലങ്കര സഭയുടെ കുർബാനക്രമം ആ ചേച്ചി പറഞ്ഞതുപോലെ നമുക്ക് വലിയ സന്തോഷവും അഭിമാനവും നൽകുന്ന കാര്യങ്ങളാണ്. ഞാൻ കടലാസ് എടുക്കുന്നതുകൊണ്ട് പേടിക്കണ്ട, ഞാൻ പെട്ടെന്ന് നിർത്തിക്കോളാം. ഇത് പ്രസംഗിക്കാനുള്ള അവസരമല്ല. ഞാൻ പ്രസംഗിക്കരുതേ എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് ബാബ തിരുമേനിയെക്കുറിച്ചുള്ള എൻ്റെ ആദ്യത്തെ ഒരു ചിന്ത അദ്ദേഹത്തിലുള്ള 3 ഫിഡലിറ്റീസാണ്. ഒന്ന് ധന്യൻ മാർ ഇവാനിയോസിനോട്, 2 ബെനഡിക്റ്റ് മാർ ഗ്രിഗോറിയോസിനോട്, 3 സിറിൽ മാർ ബാസേലിയോസിനോട്. ഈ 3 ഫിഡലിറ്റീസ് നമ്മുടെ പിതാവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും, പുസ്തകം എഴുതുമ്പോഴാണെങ്കിലും പ്രസംഗിക്കേണ്ടതാണെങ്കിലും പരിശുർബാന അർപ്പിക്കുമ്പോഴാണെങ്കിലും എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കാർഡിനൽ ന്യൂമാൻ ഒരിക്കൽ പ്രസംഗിച്ചു, പേഴ്സൺസ് ഇൻഫ്ലുവൻസ് അസ്, വോയിസസ് മെൽറ്റ് അസ്, ഡീഡ്സ് ഇൻഫ്ലെയിം അസ്. ബാബാ തിരുമേനിയുടെ പ്രവർത്തനങ്ങളിലെല്ലാം അങ്ങനെയാണ്. ആ വാക്കുകളും ആ വ്യക്തിത്വവും ആ പ്രവൃത്തികളും നമ്മളെ ഇളക്കി മറിക്കാൻ സാധിക്കുന്നുണ്ട് എന്നതാണല്ലോ നമ്മൾ ഈ നാടുകളിൽ, പ്രത്യേകിച്ച് ഈ 25 വർഷങ്ങളിൽ കണ്ടുകൊണ്ടിരുന്ന കാര്യം. പിതാവ് നല്ല ക്രാന്തദർശിയാണ്, വലിയ എക്യുമെനിസ്റ്റാണ്, വലിയൊരു സഭാ പണ്ഡിതനാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുണ്ട്, ബാബാ തിരുമേനിയുടെ കാഴ്ചപ്പാട് എ മാൻ വിത്ത് ഈസ്റ്റർ ഐസ്, ഉത്ഥാനത്തിൻ്റെ കണ്ണുകളുള്ള ഒരു വ്യക്തിയാണ്. എ മാൻ വിത്ത് ഈസ്റ്റർ ഐസ്. അത് നമുക്ക് വലിയൊരു കാഴ്ചയാണ്. കണ്ണ് മാത്രമല്ല, കരൾ കൊണ്ടും ഹൃദയം കൊണ്ടും വിശ്വാസം കൊണ്ടുമെല്ലാം കാണുന്നൊരു കാര്യമാണ് ഈസ്റ്റർ ഐസ് കൊണ്ട് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ സമുദായത്തെയും നമ്മുടെ വിശാല സമൂഹത്തെയും എല്ലാം കാണാൻ കഴിയുന്നത് വിലപ്പെട്ട കാര്യമാണ്. എനിക്ക് വലിയ ആത്മബന്ധം പിതാവിനോടുണ്ട്. മഹാത്മാഗാന്ധി എഴുതിയൊരു കാര്യം, ദർ ഈസ് നോ സ്കൂൾ ഈക്വൽ ടു എ ലവിങ് ഹോം, നോ ടീച്ചർ ഈക്വൽ ടു എ വെർച്വസ് പേരൻറ്റ്. പിതാവിൻ്റെ വലിയൊരു മഹത്വം അതാണ്. നല്ല ഒരു സാധാരണ വീട്, പുണ്യപ്പെട്ട മാതാപിതാക്കളായിരുന്നു. ഗാന്ധിജി പറഞ്ഞ ആ കാര്യം അനുഭവിച്ച് അറിഞ്ഞ വ്യക്തിയായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇതുപോലെ എല്ലാ ആളുകളോടും സംസാരിക്കാനും ഇടപെടാനും ധൈര്യമായിട്ട്
നിൽക്കാനും പറ്റും. ഈ സമൂഹത്തിൻ്റെ വേദനകൾ ഇൻഹെയിൽ ചെയ്യുന്ന ഒരാളാണ് ബാബ തിരുമേനി. ഏത് കാര്യമാണെങ്കിലും നമ്മൾ പലപ്പോഴും എക്സ്ഹെയിൽ ചെയ്യുകയാണ്. പറഞ്ഞു പോയി എക്സ്ഹെയിലിങ് അതാണ്. ബാബ തിരുമേനി അത് ഇൻഹെയിൽ ചെയ്യും. ഏത് മനുഷ്യൻ്റെ ആണെങ്കിലും അത് ഉള്ളിലെടുത്ത് പ്രാർത്ഥിച്ച് ഉള്ളിൽ നിന്ന് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനെ പോലെ ഈ ലോകത്തോട് സംസാരിക്കാനായിട്ട് സാധിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത് ഇപ്രകാരം ഒരു ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള ലീഡർഷിപ്പ് കൊടുക്കാൻ കഴിയുന്നത്. ഇത് വലിയ സമ്മേളനമാണ്, ഇതിന് പണമുടക്കുണ്ട്. പക്ഷേ എനിക്ക് കൃത്യമറിയാം ബാബ തിരുമേനി എപ്പോഴും ഒരു മൊണാസ്റ്റിക് അല്ലെങ്കിൽ ഒരു ദയറായിക്കടുത്ത ചിന്ത കൊണ്ടുനടക്കുന്നയാളാണ്. മൊണാസ്റ്റിസിസത്തിനാണ് സഭയിൽ ഏറ്റവും നല്ല ഡീപ്പായിട്ടുള്ള റൂട്ട്സ് ഉള്ളത് എന്ന് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കുർബാനയും പ്രാർത്ഥനകളും ഒക്കെ കാണുമ്പോൾ അനുഭവിക്കുമ്പോൾ അതാണ്. അതുപോലെ ഏത് അവസരത്തിലും എ മാൻ ഓഫ് വിറ്റ്സ് ആൻഡ് ഹ്യൂമേഴ്സ്, എപ്പോഴും തമാശകളും പൊട്ടിച്ചെരികളും CBC-യിലാണെങ്കിലും KCBC-യിലാണെങ്കിലും റോമിൽ സിനഡിലാകുമ്പോഴും പിതാവിൻ്റെ വാക്കുകൾക്ക് വലിയ പവറുണ്ട്. എല്ലാവരും അത് ശ്രദ്ധിക്കും. തമാശകളിലൂടെ കാര്യങ്ങൾ നല്ലതുപോലെ പറയാനായിട്ട് സാധിക്കുന്ന ആളാണ്. ഞാൻ നിർത്തുകയാണ്. തെർത്തുല്യൻ 3-ാം നൂറ്റാണ്ടിൽ തന്നെ പറഞ്ഞു, എ കസ്റ്റം വിതൗട്ട് ട്രൂത്ത് ഈസ് ആൻ എറർ ഗ്രോൺ ഓൾഡ്. സത്യമുള്ള കാര്യമാണ് പ്രധാനപ്പെട്ടത്. എ കസ്റ്റം വിതൗട്ട് ട്രൂത്ത് ഈസ് ആൻ എറർ ഗ്രോൺ ഓൾഡ്. പിതാവിൻ്റെ ഒരു വലിയ തത്വസംഹിതയും അതാണ്. നല്ല ട്രഡീഷൻ, കടമ്പുള്ള സത്യമുള്ള ആ കാര്യങ്ങളിൽ നമ്മൾ വ്യാപരിക്കണം. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. ഇന്ന് ഈ ലോകത്തിലുള്ള മനുഷ്യരെല്ലാം ഇവിടെ കൂടിയത് ബാബ തിരുമേനി ഈശോയെ കൊടുത്തതുകൊണ്ടാണ്, സുവിശേഷം പ്രസംഗിക്കുന്നതുകൊണ്ടാണ്, സുവിശേഷം ജീവിക്കുന്നത് കൊണ്ടാണ്. പിതാവ് സാർവത്രിക സഭയോടും റോമിനെ നല്ലപോലെ അറിയാവുന്ന ഒരു കർദിനാളാണ്, ഒരു മേജർ ആർച്ച് ബിഷപ്പാണ്. വാറ്റിക്കാൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിനകത്തുള്ള സമീപനങ്ങളെല്ലാം നല്ലതുപോലെ അറിയാം. എൻ്റെ സമയമായി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ 4 പേരെയാണ് ഞങ്ങളുടെ സിനഡ് സീറോ മലബാറിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്ന അവസരമാണ്. മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവ് സിനഡായതുകൊണ്ടാണ് വരാൻ പറ്റാതെ പോയത്. ഞങ്ങൾ 4 പേരെ വിട്ടു. ഞങ്ങൾ 4 പേരും പരിശുദ്ധ കുർബാനയ്ക്കുണ്ടായിരുന്നു. സ്റ്റീഫൻ പിതാവ് ഇപ്പോഴും ഈ മീറ്റിങ്ങിലുണ്ട്. ഞങ്ങളുടെ വലിയ പിതാവിൻ്റെ തൊട്ടിൽ പിതാവിൻ്റെ പ്രാർത്ഥനകളും എല്ലാം നേരുന്നു. ഇന്നലെ ഞങ്ങൾ പോന്നപ്പോഴും പറഞ്ഞു എൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനകൾ അറിയിക്കണമെന്ന്. ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. എന്നും സഭയോടും വിശാല സമൂഹത്തോടും ബാബ തിരുമേനി പേഴ്സൺ വിത്ത് എ സോഷ്യൽ ഗ്രേസ് കൂടിയാണ്. അതുകൊണ്ടുകൂടിയാണ് ഇവിടെ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ ഇവിടെ വന്നതും ആയിരിക്കുന്നതുമെല്ലാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ധന്യനായ മാർ ഇവാനിയോസ് സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കുന്നുണ്ട്. അതുപോലെ പരിശുദ്ധ അൽഫോൻസാമ്മയുടെ പ്രാർത്ഥനകളും സമൃദ്ധമായിട്ട് പിതാവിന് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.